കേരളത്തിൽ ഇപ്പോൾ ഭരണവും ഖജനാവിൽ പണവുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ പോലും വികസനമില്ല. ഇടതുപക്ഷ സഹയാത്രികർ പോലും തുടർഭരണം ആഗ്രഹിക്കുന്നില്ലെന്നും വി.ഡി. സതീശൻ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ കാർഷിക മേഖലയാകെ തകർച്ചയിലാണ്. മുഖ്യമന്ത്രിയുടെ സ്വന്തം നാടായ പിണറായിയിലെ ടെക്സ്റ്റൈൽ മിൽ അടച്ചിട്ട മാസങ്ങളായി. നല്ല കമ്മ്യൂണിസ്റ്റുകാർ പോലും ഈ ഭരണത്തെ വെറുക്കുകയാണ്. ഇടതുപക്ഷം ഇപ്പോൾ തീവ്ര വലതുപക്ഷമായി. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചാ കേസിൽ ഇനിയും CPM നേതാക്കൾ ക്യൂവിലുണ്ട്. പോറ്റിയോടൊപ്പം നിന്ന ഫോട്ടോകൾ കാട്ടി വിരട്ടണ്ട. പല ആളുകളും വിവിധ സന്ദർഭങ്ങളിൽ പലരുമായും തോളിൽ കൈയിട്ട് ഫോട്ടോ എടുക്കും. മുഖ്യമന്ത്രിയുടെ കൂടെയും പോറ്റി ഫോട്ടോ എടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞില്ലല്ലോ പിണറായി വിജയനെ ചോദ്യം ചെയ്യണമെന്നും പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്നും പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് പങ്കിടണമെന്നും. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, അതുകൂടി കേട്ടോ കമ്മ്യൂണിസ്റ്റുകാര്. മന്ത്രി റിയാസിനെതിരായിട്ട് ഒരു ആരോപണം വന്നു. പൊതുമരാമത്ത് മന്ത്രി ഏതോ ഒരു വ്ളോഗറെ കൊണ്ടുവന്ന് ഇവിടെ ടൂറിസം വകുപ്പ് പ്രചരണം നടത്തി. വ്ളോഗറെ കൊണ്ടുവന്നു, മനസ്സിലായി? ഒരു സ്ത്രീ ടൂറിസം മന്ത്രി അറിഞ്ഞുകൊണ്ട് ടൂറിസം വകുപ്പ് പ്രചരണം നടത്തി. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവര് പോയി. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവര് ചാര വനിതയാണ് എന്ന് പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്തു. അപ്പൊ സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ആളുകൾ ഭയങ്കരമായി പറഞ്ഞു, റിയാസിന് പങ്കെടുത്ത് ചാര വനിതയായിട്ട് ബന്ധം മന്ത്രിക്ക് ബന്ധമുണ്ട്, ടൂറിസം വകുപ്പിൽ വന്നു. ഞാനാണ് പറഞ്ഞത്. കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവും പറയാത്ത വർത്തമാനം. ഒരാള് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയുന്നതിന് മുമ്പ് അവരിവിടെ വന്ന് അവര് സ്പൈ ആണെങ്കിൽ അവരിവിടെ ബ്ലോഗറായി കൊണ്ടുവരും, ആരെങ്കിലും കൊണ്ടുവരും. അതുകൊണ്ട് റിയാസിനെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല എന്ന നിലപാടെടുത്തത് ഞങ്ങളാണ്. ഷാഫി പറമ്പിൽ MP, P.K. കുഞ്ഞാലിക്കുട്ടി MLA, DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.